ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും ഭാവി യുദ്ധമുറകളെ മാറ്റിമറിക്കാൻ പോകുന്നതുമായ ഒരു മെഗാ പ്രൊജക്റ്റാണ് മിഷൻ സുദർശന ചക്ര. സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ശത്രുസംഹാര ആയുധമായ സുദർശന ചക്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നാമകരണം ചെയ്ത ഈ ദൗത്യം വെറുമൊരു ആയുധമല്ല, മറിച്ച് ഇന്ത്യക്ക് ചുറ്റും രൂപീകരിക്കുന്ന ഒരദൃശ്യവും അജയ്യവുമായ സുരക്ഷാ കവചമാണ്. ഈ ദൗത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ഇനി നമുക്ക് നോക്കാം. എന്താണ് മിഷൻ സുദർശന ചക്ര? പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഈ പദ്ധതി ഇന്ത്യയുടെ ആകാശ സൈബർ അതിർത്തികളെ പൂർണ്ണമായും സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു ബഹുമുഖ പ്രതിരോധ സംവിധാനമാണ്. മൾട്ടി ലെയേർഡ് എയർ ആൻഡ് മിസൈൽ ഡിഫൻസ് ഷീൽഡ്. ഇസ്രായേലിൻ്റെ പ്രശസ്തമായ അയൺ ഡോം, അമേരിക്കയുടെ ഗോൾഡൻ ഡോം എന്നിവയെപ്പോലെ അതിനെയൊക്കെ വെല്ലുന്ന രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയാണ് ഇന്ത്യ ഇത് വികസിപ്പിക്കുന്നത്. 2035 ഈ പ്രതിരോധ ശൃംഖല പൂർണ്ണ സജ്ജമാക്കാനാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. ഈ ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ: ബഹുമുഖ പ്രതിരോധ സംവിധാനം, മൾട്ടി ലെയേർഡ് ഷീൽഡ്, ശത്രുക്കളുടെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ, ഹൈപ്പർസോണിക് ആയുധങ്ങൾ, യുദ്ധവിമാനങ്ങൾ മുതൽ ചെറിയ ഡ്രോണുകൾ വരെ കണ്ടെത്തി അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കാൻ ഈ സംവിധാനത്തിന് കഴിയും. പൂർണ്ണ സുരക്ഷ, ടോട്ടൽ പ്രൊട്ടക്ഷൻ. സൈനിക താവളങ്ങൾ മാത്രമല്ല, രാജ്യത്തെ പ്രധാന ജനവാസ മേഖലകൾ, അണക്കെട്ടുകൾ, ആണവ നിലയങ്ങൾ, റെയിൽവേ, വൈദ്യുതി ഗ്രിഡുകൾ തുടങ്ങിയ സുപ്രധാന സിവിലിയൻ ആസ്തികളും ഇതിൻ്റെ പരിധിയിൽ സുരക്ഷിതമായിരിക്കും. ആത്മനിർഭർ ഭാരത്. ഈ പദ്ധതിയുടെ എല്ലാ സബ്സിസ്റ്റങ്ങളും സാങ്കേതിക വിദ്യകളും ഇന്ത്യയിൽ തന്നെ ഗവേഷണം ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. DRDO, ഇന്ത്യൻ സൈന്യം, സ്വകാര്യ പ്രതിരോധ കമ്പനികൾ എന്നിവ സംയുക്തമായാണ് ഇതിനായി പ്രവർത്തിക്കുന്നത്. പ്രത്യാക്രമണ ശേഷി. ഇത് പ്രതിരോധിക്കാൻ മാത്രമല്ല, ആക്രമിക്കാനും ഉള്ളതാണ്. ഒരു ശത്രു ആക്രമണം ഉണ്ടായാൽ അത് എവിടെ നിന്നാണോ പുറപ്പെട്ടത് ആ കേന്ദ്രത്തെ കൃത്യതയോടെ തിരിച്ചറിഞ്ഞ് നിമിഷങ്ങൾക്കകം അവിടെ പ്രത്യാക്രമണം നടത്താൻ സുദർശന ചക്രത്തിന് ശേഷിയുണ്ടാവും. സുദർശന ചക്ര എങ്ങനെ പ്രവർത്തിക്കുന്നു? ഇത് പ്രധാനമായും 5 പ്രതിരോധ പാളികളായാണ് പ്രവർത്തിക്കുന്നത്. ബിഗ് ഡാറ്റ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, AI എന്നിവയാണ് ഇതിൻ്റെ തലച്ചോറ്. പാളി 1 ബഹിരാകാശം. ശത്രുരാജ്യങ്ങളിൽ നിന്നുള്ള ഏതൊരു നീക്കവും ഉപഗ്രഹങ്ങൾ വഴി ആദ്യമേ നിരീക്ഷിക്കുന്നു. പാളി 2 ആകാശ നിരീക്ഷണം. പ്രത്യേക റഡാറുകളും എയർബോൺ വാണിംഗ് വിമാനങ്ങളും വഴി ദൂരെയുള്ള ഭീഷണികൾക്ക് ട്രാക്ക് ചെയ്യപ്പെടുന്നു. പാളി 3 കരയിലെ റഡാറുകൾ. 6000-ലധികം അത്യാധുനിക റഡാറുകളുടെ ഒരു ശൃംഖല രാജ്യത്തുടനീളം വിന്യസിച്ച് ഭീഷണിയുടെ വേഗതയും പാതയും കണക്കാക്കുന്നു. പാളി 4 കമാൻഡ് സെൻറ്റർ. AI നിയന്ത്രിതം. ഒരേ സമയം വരുന്ന നൂറുകണക്കിന് മിസൈലുകളെയും ഡ്രോണുകളെയും തരംതിരിക്കാനും ഏതിനെ ആദ്യം തകർക്കണമെന്ന് തീരുമാനിക്കാനും AI വലിയ പങ്കുവഹിക്കുന്നു. പാളി 5 ഡിസ്ട്രക്ഷൻ. ആകാശ് മിസൈൽ സിസ്റ്റം, പ്രൊജക്റ്റഡ് കുശ, ലേസർ ആയുധങ്ങൾ എന്നിവ ഉപയോഗിച്ച് ശത്രുവിൻ്റെ ആയുധങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്നു. ചുരുക്കത്തിൽ, ഇന്ത്യ നേരിടുന്ന ചൈന, പാകിസ്ഥാൻ ഭീഷണികൾക്കും സൈബർ ബഹിരാകാശ യുദ്ധങ്ങൾക്കും മുന്നിൽ ഇന്ത്യയെ ഒരു മഹാശക്തിയായി നിലനിർത്താൻ പോകുന്ന അപ്രതിരോധ്യമായ പ്രതിരോധ കോട്ടയാണ് മിഷൻ സുദർശന ചക്ര.